അസാധാരണ പ്രതിഷേധമോ എന്നാണ് ചോദ്യം. ഞാൻ എൻ്റെ നിലപാടിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൽ പ്രതിഷേധത്തിലുള്ള രണ്ട് സംഘടനകളെക്കുറിച്ച് തന്നെ പറഞ്ഞു പോകണം. ഒന്ന് കോൺഗ്രസ് അഥവാ UDFിൻ്റെ പ്രതിഷേധമുണ്ട്. മറ്റൊന്ന് മറുഭാഗത്ത് AASFും AYFും പ്രതിഷേധത്തിനിറങ്ങുന്നു. CPI വിമർശനം കടുപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ CPIയുടെ വിമർശനം രാഷ്ട്രീയമായി ന്യായീകരിക്കത്തക്കതാണെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രതിഷേധത്തിൻ്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുക തന്നെ വേണം. PMC പദ്ധതി വന്നാൽ എതിർക്കുമെന്ന് പറഞ്ഞ് KSUവും യൂത്ത് കോൺഗ്രസും കോൺഗ്രസിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇന്ന് പ്രതികരണം നടത്തുന്നത് കണ്ടു. അതിലൊരു പ്രധാന പ്രതികരണം നടത്തിയത് KPCC അധ്യക്ഷനാണ്. എന്താണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, നേരത്തെ സ്മൃതിയും അത് സൂചിപ്പിച്ചു, എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്തത്, എന്താണ് കോംപ്രമൈസ് ചെയ്തത് എന്നാണ് ചോദ്യം. ഇതേ ചോദ്യം ഞാൻ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ടിനോട് ചോദിക്കുകയാണ്. 2022 ഒക്ടോബർ മാസത്തിൽ അന്ന് അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ ഗവൺമെൻറ്റിലെ പ്രൈം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച രണ്ടാമത്തെ നിര സ്റ്റേറ്റായിട്ട് മാറിയത്. അന്ന് 13 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും 2022 ഓർമ്മിക്കണം, ഈ പദ്ധതി നിലവിൽ വരുന്ന വർഷം ലോഞ്ചിങ് ഇയറിൽ ആദ്യം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളുടെ 13 സംസ്ഥാനങ്ങളുടെ പട്ടികയിലുള്ള സംസ്ഥാനത്തിൻ്റെ പേര് രാജസ്ഥാൻ, അവിടെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവിൻ്റെ പേര് അശോക് ഗെഹ്ലോട്ട്, പ്രതിനിധീകരിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ്. അപ്പോൾ അശോക് ഗെഹ്ലോട്ട് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ നാഷണൽ ഹെറാൾഡ് കേസിൽ EDയുടെ അന്വേഷണം വരുന്നു എന്ന് ഭയന്നുകൊണ്ടാണോ പ്രൈം മിനിസ്റ്റർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഓർമ്മിക്കണം, NEPയെക്കുറിച്ച് പാർലമെൻറ്റിലടക്കം വിമർശനം കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ഒരു കഥ. രണ്ടാമത്തെ കഥയുണ്ട് ഹിമാചൽ പ്രദേശിൽ ഒപ്പുവെച്ചത് എന്നാണ് എന്നുള്ളതിന് കൃത്യമായ ഡേറ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ 2022 അധികാരത്തിൽ വന്ന സുഖവിന്ദർ സിംഗ് ആണ് അവിടെ അത് തുടർന്നു കൊണ്ടുപോകുന്നത്. 184 സ്കൂളുകൾ അവിടെ ഹിമാചൽ പ്രദേശിൽ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയുടെ ഭാഗമായി 4ാം ഘട്ടത്തിലേക്ക് ഇതേ MOU, ഒരു മാറ്റവുമില്ലാത്ത MOU. അപ്പോൾ എന്തുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ഈ 184 സ്കൂളുകളിൽ ഇപ്പോഴും ഒരു ഘട്ടത്തിൽ നിന്നും പിന്മാറാതെ മുന്നോട്ട് പോകുന്നത്? ഇനി തെലങ്കാനയിലേക്ക് വന്നാൽ, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. അഭിമാന പുരസ്സരമാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ശ്രീ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി എന്നുള്ളത് എല്ലാ സ്കൂളുകളുടെയും സമ്പൂർണ്ണമായ ശാക്തീകരണം ഉറപ്പുവരുത്തുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തെക്കേ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയായ ഈ രേവന്ത് റെഡ്ഡിയാണ്, അതും തെലങ്കാനയിൽ. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് പേജിൽ പോയാൽ പ്രേക്ഷകർക്ക് അത് കാണാം. അപ്പോൾ രേവന്ത് റെഡ്ഡിയും ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും എന്തിനേറെ ഇപ്പോൾ വരുന്ന അശോക് ഗെഹ്ലോട്ടും, നേരത്തെ ഉണ്ടായിരുന്ന അശോക് ഗെഹ്ലോട്ടും ഈ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് വേണ്ടിയാണോ, എന്തെങ്കിലും കോംപ്രമൈസുകൾക്ക് വേണ്ടിയാണോ? അപ്പോൾ ആ ആരോപണം നിലനിൽക്കില്ല. മാത്രവുമല്ല, ഇപ്പോൾ UDF പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും. എന്തേ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ പിന്മാറിയില്ല? സിദ്ധരാമയ്യ സർക്കാർ, അന്ന് BJP സർക്കാർ ഒപ്പുവെച്ചു പോയ കർണാടകയിലെ PMC പദ്ധതി കൂടുതൽ വേഗത്തിൽ കൂടുതൽ സ്കൂളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ഇപ്പോൾ കർണാടകയിലെ DK ശിവകുമാർ സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കർണാടക NEP പൂർണ്ണമായി റദ്ദാക്കാനും സ്വന്തമായ ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ തീരുമാനിച്ചു. PMC പദ്ധതിയുടെ അവസ്ഥ എന്താ പറയൂ? PMC പദ്ധതി പൂർണ്ണമായി അതിൽ നിന്ന് പോയിട്ടില്ലെന്നല്ല. PMC പദ്ധതി പിൻവാങ്ങാൻ കഴിയില്ല ഇനി. കാരണം അവർ 3 ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ടത്തിലേക്കാണ്. ഇനി 2 വർഷം കൂടി ആ പദ്ധതിയുള്ളൂ. പിന്നെ NEP പദ്ധതിക്ക് ബദലായിട്ട് മറ്റൊരു പദ്ധതി ഉണ്ടാക്കാമെന്ന്, അതിൻ്റെ മണ്ടത്തരം ഞാൻ പറഞ്ഞുതരാം. അതതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ് ഇതാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നിലപാട്. അപ്പോൾ കേരളത്തിൽ ഒരു നിലപാടും മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു നിലപാടും എന്ന നിലപാടുമായി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഇനി CPIയുടെ കാര്യം, അത് ന്യായീകരിക്കത്തക്കതാണ്. ഞാൻ വിശ്വസിക്കുന്നത് CPIയുടേത് ഈ വിഷയത്തിലേത് ഒരു സൈദ്ധാന്തിക നിലപാടാണ് എന്ന് തന്നെയാണ്. CPMൻ്റേതോ ഇപ്പോൾ മന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രായോഗികമായ നിലപാടാണ്. ഇത് രണ്ടും തമ്മിലുള്ളൊരു ക്ലാഷ് ഉണ്ട്. അതിനെ ആരോഗ്യകരമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അവിടെ മുന്നണി മര്യാദകൾ ബലികഴിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമായ നീതി CPIക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇടത് സർക്കാരിനെ വീഴ്ത്താനുള്ളൊരു അവസരമായി ആരും കണക്കാക്കണ്ട. അതിനു വെച്ച വെള്ളം പലരും വാങ്ങിവെക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത എക്സിക്യൂട്ടീവിൽ അക്കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവും. കാരണം ചെയ്തിരിക്കുന്നത് അന്യായമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്ത് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത്, ഇതിനെ കേവലം CPI പോരായി ചിത്രീകരിക്കുന്നതിന് പിന്നിലൊരു ഗൂഢ അജണ്ടയുണ്ട്. എന്താണ് ആ ഗൂഢ അജണ്ട? അവിടെയാണ് എനിക്ക് സുജയ പാർവതിയോടുള്ള മറുപടി. പല വിധത്തിലും സംസ്ഥാനങ്ങളെ, അതും സാമ്പത്തികമായി സ്വാശ്രയത്വമില്ലാത്ത സംസ്ഥാനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ ഓരോ സംസ്ഥാനങ്ങളിലും ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് കാണുന്നത്. ഈ ഫാസിസ്റ്റ് എന്ന് തന്നെയാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതിന് സുജയ്ക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയൂ. സർവശിക്ഷാ അഭിയാനും
ഈ പറയുന്ന പ്രൈം ശ്രീ പദ്ധതിയും തമ്മിൽ എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷത്തെ കുടിശ്ശിക 1158 കോടി രൂപ ഇപ്പോൾ നമുക്ക് റിലീസ് ചെയ്യാത്തത്? 2026 മുതൽ പൂർണ്ണമായും NEP വന്നാലേ SSK കിട്ടൂ, അത് ഞാൻ സമ്മതിച്ചു. അത് NEP വന്നാൽ മാത്രമേ കിട്ടൂ, അതും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. അടുത്ത 2026 മുതൽ ഈ പറയുന്ന സർവശിക്ഷാ അഭിയാൻ കേരള വരണമെങ്കിൽ, നടപ്പാക്കണമെങ്കിൽ NEP-യിലേക്ക് മാറേണ്ടി വരും. ഇനി വരും കാലങ്ങളിൽ NEP-യിൽ നിന്ന് മാറി നിൽക്കുക ടെക്നിക്കലി സാധ്യമല്ല, അത്രമേൽ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ പൊരുതി നിൽക്കുമ്പോഴും ഓരോ നിമിഷങ്ങളിലും പൊരുതിയെ വീഴുന്നത് UAPA മുതൽ CAA മുതൽ ഓരോന്നിലും അയോധ്യ ബാബറി മസ്ജിദ് വിധി ഒന്നും അനുകൂലമായി വന്നിട്ടില്ല. എല്ലാ വിധികളും എല്ലാ നിലപാടുകളും ഒരു അർദ്ധ ഫാസിസ്റ്റ് സർക്കാരിന് അനുകൂലമായി നിൽക്കുമ്പോഴും അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മാറി നിന്നത്. തമിഴ്നാട് മാറി നിൽക്കുന്നത് ദ്വിഭാഷാ വിഷയത്തിലാണ്. ബാക്കി ഒരു വിഷയത്തിൽ അവർക്ക് എതിർപ്പില്ല. ദ്വിഭാഷാ വിഷയത്തിൽ കേരളത്തിന് വിഷയമുണ്ടോ? NEP-യുടെ കാര്യത്തിൽ അതാണ് പറയുന്നത്. ദ്വിഭാഷാ പദ്ധതി മാത്രമാണ് തമിഴ്നാടിന് പ്രശ്നം. വേണമെങ്കിൽ ദ്വിഭാഷ ഞാൻ വരാം. ദ്വിഭാഷാ വിഷയം മാത്രമാണ് ഒരു വിഷയം. ആ ദ്വിഭാഷാ വിഷയം മാറി നിർത്തി കഴിഞ്ഞാൽ അവരത് നടപ്പാക്കും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ നമുക്ക് ദ്വിഭാഷാ വിഷയമല്ല പ്രശ്നം. നമ്മളുടേത് കുറച്ചുകൂടി വിശാലമായ രാഷ്ട്രീയ വിഷയമാണ്. ആഴത്തിൽ ചർച്ച വേണ്ടതാണ്, ഫിലോസഫിക്കലായ ചർച്ച വേണ്ടതാണ്. NEP-യിൽ ഞാൻ NEP പൂർണ്ണമായി എതിർക്കുന്ന ആളല്ല. കാര്യം NEP-യിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ പവറുമായി ബന്ധപ്പെട്ട നിലപാട് തന്നെയാണ്. അധികാരത്തിലേക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറയാം. ഞാൻ NEP-യിൽ ഓരോ ക്ലോസും എടുത്ത് ഞാൻ പറയാം. ഞാൻ ചർച്ച ചെയ്യുന്ന കാര്യം ഞാൻ NEP-യെ കുറിച്ച് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാനും ഈ വിഷയത്തിൽ ആദ്യം വളരെ സംശയത്തോടു കൂടിയാണ് കണ്ടത്. അതിൽ 70% അതിന്റെ ഘടനാപരമായി ഞാനിതിനെ സംശയത്തോടു കൂടിയാണ്. അല്ലല്ല, ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതിനകത്ത് വളരെ അപകടകരമായ ക്ലോസുകൾ ഉണ്ടായിരുന്നു. ആ ക്ലോസുകൾ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നില്ല. NEP ഏതെങ്കിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടുണ്ടോ? ഈ ഘടനാപരമായി ഇപ്പോഴും ഈ 5, 3, 3, 4 എന്നുള്ള സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് നടപ്പിലാക്കാത്തത്? ഈ എക്സിറ്റ് വിഷയങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ഇൻഡിജീനിയസ് നോളജ് സിസ്റ്റം, അതാണ് ഇതിനകത്ത് ഏറ്റവും അപകടകരമായ കാര്യം. തദ്ദേശീയമായ പാരമ്പര്യ വിജ്ഞാന സംവിധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഈ പറയുന്ന സാധനം ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വരണം. ഈ പറയുന്ന ശാസ്ത്ര കോൺഗ്രസുകളിൽ പുഷ്പക വിമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. 2 പശുവിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഇരുന്നാൽ ഫ്രീക്വൻസി കേൾക്കണം. ഈ പരിപാടി കേരളത്തിൽ നടക്കൂല. അതുകൊണ്ടാണ് കേരളത്തിൽ നടക്കൂല. ഇവിടെ നിങ്ങളുടെ മന്ത്രിമാരല്ലേ പറയുന്നത്? ശാസ്ത്ര കോൺഗ്രസിൽ പ്രധാനമന്ത്രിയല്ലേ പറയുന്നത്? അത് നടപ്പിലാക്കാൻ കഴിയില്ല. സ്കൂളിൽ പറഞ്ഞിട്ടാണ്. കേൾക്കൂ, എന്തുകൊണ്ടാണ് ഗാന്ധിവധം ഒഴിവാക്കിയത്? ഗാന്ധിവധം ഒഴിവാക്കിയപ്പോൾ മുഗളിൻ്റെ രാജവംശത്തെക്കുറിച്ചുള്ള ചരിത്രം ഒഴിവാക്കിയത് എന്തിനാ? നമ്മൾ പഠിക്കണ്ടേ നമ്മുടെ കുട്ടികൾ? അത് ഒഴിവാക്കിയപ്പോൾ കേരളം ചെയ്തത് എന്താ? അതിനുവേണ്ടി പ്രത്യേക പാഠപുസ്തകം കൊണ്ടുവന്നു. അതിനുവേണ്ടി അഡീഷണൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. ആ കേരളത്തിന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിൽ വിശ്വാസമുണ്ട് എനിക്ക്. കാരണം 2 സാഹചര്യങ്ങളിൽ, ഒന്ന് ഗാന്ധിവധം ഒഴിവാക്കിയപ്പോൾ, മുഗൾ ചക്രവർത്തിയെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കിയപ്പോൾ അത് മറികടക്കാൻ വേണ്ടി SCERT സ്വന്തം നിലയിൽ ആ പാഠ്യഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ഏക സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ഒരു കാര്യം കൂടി, ഗവർണറെ കുറിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള ഭാഗം കൂട്ടിച്ചേർക്കണമെന്ന് തീരുമാനിച്ചൊരു സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. ഇത് പോരാട്ടമാണ്, ഇത് പ്രതിരോധമാണ്. നിങ്ങളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാശയത്തിനെതിരെ പോരാടുമ്പോൾ സ്വാഭാവികമായി പല തലങ്ങളിലുള്ള പ്രതിരോധം വേണ്ടിവരും. നിങ്ങൾ തോറ്റുപോയേക്കാം, തോൽപ്പിച്ചു, വസ്തുതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കേണ്ട സുജയ. ഇത് ഒരു ഫെഡറൽ സംവിധാനത്തെ പരാജയപ്പെടുത്തുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ചിരി എന്ന് പറയുന്നത് ഭരണഘടനയെ അട്ടിമറിക്കുന്നവർക്കുള്ള പ്രോത്സാഹനം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേവലം CPM CPA സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണോ BJP ഉദ്ദേശിച്ചത്, എന്താണോ ഒരു അർദ്ധ ഫാസിസ്റ്റ് സംവിധാനം സാമ്പത്തികമായി സ്വാശ്രയത്വമില്ലാത്ത ഒരു സ്റ്റേറ്റിനെ പിഴിയാൻ തീരുമാനിച്ചത്, ആ പദ്ധതി വിജയിക്കുന്നു എന്നുള്ളതാണ് ഭയപ്പാട്. ഇനി ഞാൻ പറയാം, ഇനി പറയാം. സർക്കാരിന് ബോധ്യപ്പെട്ടു. എന്ത് ബോധ്യപ്പെട്ടു? 1158 കോടി രൂപയുടെ കാര്യം മാത്രമല്ല, വരുന്ന 5 വർഷങ്ങളിൽ NEP-യുടെ ഈ പറയുന്ന കമ്പോണന്റ് ഇല്ലാതെ നിങ്ങൾക്ക് സർവശിക്ഷാ അഭിയാൻ നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനെ വിമർശിക്കുന്നവരുടെ മുന്നിലേക്ക് 2 വാർത്താശകലങ്ങൾ പറയാം. ഒന്ന് 2025 ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. 2015 ഓഗസ്റ്റ് മാസം പ്രൈം മിനിസ്റ്റർ സ്കൂൾ പദ്ധതിയുടെ പേരിൽ SSKക്ക് സർവശിക്ഷാ അഭിയാൻ കേരളയ്ക്ക് വേണ്ടി ഉള്ള ഫണ്ട് മുടങ്ങിയതോടെ വനമേഖലകളിലെ വിദ്യാർത്ഥികളുടെ സ്കൂൾ പഠനം പൂർണ്ണമായും നിലച്ചു. ഓർമ്മിക്കണം, 2025 ഓഗസ്റ്റ് മാസത്തിൽ, അതായത് ഈ പദ്ധതി ഒപ്പിടുന്നതിനും 2 മാസം മുമ്പ് കേരളത്തിലെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. 2025 ജൂലൈ 1 മനോരമ പത്രത്തിലെ റിപ്പോർട്ട്, SSKയിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്കും ജീവനക്കാർക്കും ജൂൺ മാസത്തെ ശമ്പളം മുടങ്ങും. ഏപ്രിൽ മാസമാണ് അവസാനത്തെ ശമ്പളം ലഭിച്ചത്. 22 മാസമായി PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തതിനാൽ ഫണ്ട് ലഭിക്കുന്നില്ല. മനോരമ പത്രത്തിൻ്റെതാണ്. ഈ അവസ്ഥയിൽ ഒരു സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഇത് ആൾക്കാർ പറയുമല്ലോ, ഈ തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയാണോ? അല്ല,
കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത് സൂചിയ. കാരണം എന്താ പ്രശ്നം അറിയോ? ഞാൻ എന്താ കാര്യം അറിയാതെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഞെരിക്കുന്നത് എങ്ങനെയാണ്? ഞെരിക്കുന്നത് ഇങ്ങനെയാണ്. ഞെരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഞെരിക്കുന്നത്? എങ്ങനെയാണ് ഞെരിക്കുന്നത്? അതാണ് അപകടം. ഏറ്റവും വലിയ അപകടം അതാണ്. ഈ ഇതിൽ ഒപ്പിട്ടതോ ഇതിൽ CPയുടെ വിമർശനവും അല്ല. ഇതിൽ ഞാൻ ഭയക്കുന്നത് ആദ്യം പോയി ABVP കൊടുക്കുന്നത് യുവമോർച്ചയുടെ ഒരു പ്രോത്സാഹനം എന്നുള്ളത് എന്തറിഞ്ഞിട്ട് ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാത്ത ABVPയുടെ അഭിനന്ദനം ഞങ്ങൾക്ക് വേണ്ട സാർ, അത് കയ്യിലിരുന്നാൽ മതി. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്താ ശകലങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ PMC പദ്ധതി മുടങ്ങിയതോടെ 22 മാസമായി നമ്മളുടെ സർവശിക്ഷ അഭിയാനിലെ ശമ്പള കുടിശ്ശിക അടക്കം ഈ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇനി 2026 മുതൽ SSK നടപ്പിലാക്കണമെങ്കിൽ NEPയുടെ ഈ കമ്പോണന്റ് നടപ്പാക്കാതെ രക്ഷയില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ പാഠ്യപദ്ധതിയും തകിടമറിയും. അങ്ങനെയാണല്ലോ ഇപ്പോൾ ചർച്ച. ഇതാ കാവ്യവൽക്കരണം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ കൃത്യമായി ഫ്രെയിംവർക്കിൽ പറയുന്നുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഓർ സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് SCF എന്ന് തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? SCRTയുടെ ഞാൻ വിശ്വസിക്കുന്നത് SCRTയുടെ സിലബസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിലും ഒരധ്യായം പോലും NCRTയുടേതായിട്ട് വരില്ല. അഥവാ SCRT ആയിരിക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കരിക്കുലം മോണിറ്ററിംഗ് നടത്തുക. നമ്പർ 1 അത് തന്നെയാണ്. അതിനുള്ള അവസരമുണ്ട് ഇതിൽ. നിങ്ങൾ നോക്കൂ, NEPയുടെ സെക്ഷൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. NEP പേജ് 17 സെക്ഷൻ 432 വളരെ കൃത്യമായി പാഠ്യപദ്ധതി തീരുമാനിക്കാനുള്ള അവകാശം കേരള സംസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ തെറ്റിദ്ധാരണയാണ്. NCRTയുടെ പാഠപുസ്തകങ്ങളെ പഠിപ്പിക്കാവൂ. അല്ല, തെറ്റ്. കേരളത്തിലെ SCRTയുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാം. ഇനി രണ്ടാമത്തത്, ഘടനാപരമായ മാറ്റമുണ്ടാകുമോ? നാളിതുവരെ ഇത് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനങ്ങളിലും, പ്രതിപക്ഷമുള്ള ഒരു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും NCRTയുടെ പാഠപുസ്തകങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല. 2 അതിനെ ഘടനാപരമായി 5, 3, 3, 4 എന്നീ ഘട്ടങ്ങളിലേക്ക് വിന്യസിച്ചിട്ടില്ല. പക്ഷേ വേണ്ടി വരും. എങ്ങനെയാണ് വേണ്ടി വരിക? 2030 മുതൽ ഈ NEPയുടെ ഭാഗമായിട്ടുള്ള ടീച്ചർ ട്രെയിനിങ് സെൻ്ററുകളായിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ള TTC സംവിധാനത്തെ പൂർണ്ണമായിട്ടും പൊളിച്ച് എഴുതുന്ന സംവിധാനം ഉണ്ടാവും. 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ് ഈ ഘട്ടത്തിലുള്ള ആദ്യ ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിങ് ഉണ്ടാവും. പരമ്പരാഗതമായ LP UP സംവിധാനം ഇല്ലാതാവും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രം മാറി നിൽക്കാൻ കഴിയില്ല. ഇത് സ്ലോലി എമർജിംഗ് ആണ്. പ്രതിഷേധിക്കേണ്ടി വരും. ഇത് കേന്ദ്രം പിൻവലിക്കുമെന്ന ധാരണയായിരുന്നു. കേന്ദ്രം പിൻവലിച്ചില്ല. കേന്ദ്രം മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്ക് സാമ്പത്തിക സ്വാശ്രയത്വം ഇല്ലാതെ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേരളം പോലെ ഒരു സംസ്ഥാനത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിലിടപെടുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, എത്ര വിദഗ്ധമായിട്ടാണ് കേന്ദ്രം നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മികവ്, കേരളത്തിലെ കിഫ്ബി വഴി എല്ലാ വഴികളും അടഞ്ഞപ്പോൾ കിഫ്ബി വഴിയാണ് കേരളം വികസിക്കുന്നത് നോക്കി. കിഫ്ബിയുടെ കൊങ്ങയെ പിടിച്ചു. പെൻഷനാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് മനസ്സിലാക്കി പെൻഷൻ ഫണ്ടിൽ കയറി പിടിച്ചു. ഇവിടെ സ്കൂൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റിന് പോലും പറയേണ്ടി വരുന്നു, കേരളം 1-ാം സ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക വികസന സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ കാരണം വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിയുന്നു. വിദ്യാഭ്യാസത്തിന് കൊങ്ങയ്ക്ക് പിടിക്കുന്നു. ഈ ആരോഗ്യ മേഖലയിൽ ആയുഷ്മാൻ എന്ന് പറഞ്ഞ് കൊങ്ങയ്ക്ക് പിടിക്കുന്നു. ഇവിടുത്തെ കൃഷിക്കാർക്ക് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഘട്ടത്തിൽ 2000 കോടി കുടിശ്ശികയിട്ട് നെൽ കർഷകരെ കഷ്ടപ്പെടുത്തി. അന്ന് പാഡി റിസീപ്റ്റ് ഇറക്കിയാണ് അന്ന് ആ കർഷകരെ രക്ഷിച്ചത്. ആത്മഹത്യകളുടെ എണ്ണം കുറച്ചത് അങ്ങനെയാണ്. പല BJP സംസ്ഥാനങ്ങളിലും അങ്ങനെയാണോ സ്ഥിതി? അതല്ലല്ലോ. അപ്പോൾ വാസ്തവം അറിയാതെ നമ്മൾ സംസാരിക്കരുത്. അതിൻ്റെ അർത്ഥത്തിൽ ഘടനാപരമായോ അക്കാഡമിക് കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായോ ഈ PMC പദ്ധതി കൊണ്ട് നേരിട്ടൊരാഘാതവും ഏൽപ്പിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. അത് ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കുന്ന പക്ഷമാണ്. ഇനി അതല്ല, പൂർണ്ണമായും കീഴടങ്ങാനാണെങ്കിൽ അങ്ങനെ. പക്ഷേ അതിന് ഈ മന്ത്രിയുടെ വാക്കുകളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നോക്കൂ, കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൽ 11 ലക്ഷം പുതിയ വിദ്യാർത്ഥികളെയാണ് പൊതുവിദ്യാലയത്തിലേക്ക് നമ്മുടെ സംവിധാനം കൊണ്ടുവന്നത്. അവിടെ അവിശ്വസിക്കേണ്ട സാഹചര്യമുണ്ടോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു വർഗീയ ഫാസിസ്റ്റ് അജണ്ടയും സിലബസിൽ വരുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് അതിനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്ന ഈ സർക്കാരിൽ, ഈ വിദ്യാഭ്യാസ മന്ത്രിയിൽ വിശ്വസിക്കാമെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കരുതെന്ന് ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് അന്യായമായി ഒരു വിധി ഇറക്കുമ്പോൾ, ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഹൈക്കോടതി വിധി ആകും എന്നറിഞ്ഞിട്ടുകൂടി രാഷ്ട്രീയമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ടാവുമ്പോൾ അങ്ങനൊരു നിലപാടിൻ്റെ പേരിൽ നമ്മൾ ഈ വിഷയത്തെ CPM ആയി ലഘൂകരിക്കരുത് എന്നതാണ് എൻ്റെ വിഷയം. കാരണം ഇതിലൂടെ രക്ഷപ്പെടാൻ പോകുന്നത് BJP എന്ന ഒരു ഭരണകൂടം, ഒരു അർദ്ധ ഫാസിസ്റ്റ് ഭരണകൂടം ഫെഡറൽ തത്വങ്ങൾ ബലികഴിച്ച് എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നത് എന്നതിൻ്റെ വിശാലമായ വിഷയമായിരിക്കും. ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഭാഗമായി ഇനി വരാൻ പോകുന്ന സ്കൂൾ ക്വാളിറ്റി അസസ്മെൻറ്റ് ഫ്രെയിംവർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന SQAFൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന മോണിറ്ററിംഗ് സംവിധാനം, അതിൽ BJPയുടെ പ്രാതിനിധ്യം ഉണ്ടാവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോകാം. ഇപ്പോൾ മാത്രമേ പ്രതിപക്ഷത്തിന് ഇത് മനസ്സിലായുള്ളൂ.
നമ്മളിവിടെ സംസ്ഥാനത്തിൽ NEP-യുടെ 30% നടപ്പിലാക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അതിൻ്റെ പേര് PM ഉഷ പദ്ധതി എന്നാണ്. റൂസയുടെ 3ാം ഘട്ടം. അന്ന് ആർക്കും വിമർശനം ഉണ്ടായില്ലല്ലോ. സാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് NEP-യുടെ ഭാഗമായിട്ടുള്ള 4 വർഷ കോഴ്സുകളിൽ പഠിക്കുകയാണ് കേരളത്തിലെ കോളേജുകളിൽ. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് NEP. NEP ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഈ പറയുന്ന റൂസയുടെ 4ാം ഘട്ടമായ PM ഉഷ പദ്ധതിയിലാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരു CPM തർക്കമായിട്ട് മാറ്റാനുള്ള ചില ആളുകളുടെ ശ്രമം മാത്രമാണ്. പക്ഷേ CPI വിഷയം അറിയിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ആവശ്യം ന്യായമാണ്. ഒരു മുന്നണി മര്യാദ അതിനകത്ത് പാലിക്കേണ്ടിയിരുന്നു CPM എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതെന്തുകൊണ്ട് പാലിച്ചില്ല എന്നത് ഇനിയും എനിക്ക് വ്യക്തമല്ല. അത് തന്ത്രം എന്നാണ് മന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതെന്ത് തന്ത്രമാണെങ്കിലും CPI കൂടി അത് വിശ്വാസത്തിലെടുക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. അസാധാരണമാണ് പ്രതിഷേധം എന്നതാണ് എൻ്റെ കോൾ. Meet the editors.